2026 എന്ന ഈ ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എക്സാമുകളുടെ പെരുമഴയാണ് കൺമുന്നിലുള്ളത്. ഡിഗ്രി ലെവൽ എക്സാമുകളായ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതുപോലെ തന്നെ 10th ലെവൽ LDC നിലവാരത്തിലുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC, പിന്നെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്ത് നിങ്ങളെല്ലാവരും പഠനം ആരംഭിച്ചിരിക്കുന്ന കമ്പനി ബോർഡ് LGS, അങ്ങനെ നിരവധി തസ്തികകളുടെ പരീക്ഷയാണ് 2026 നടക്കുന്നത്. പക്ഷേ ഉദ്യോഗാർത്ഥികളെല്ലാം നേരിടുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞ കമ്പനി ബോർഡ് LGS ആണെങ്കിൽ പോലും ഡിഗ്രി ഉള്ളവർക്കും PG ഉള്ളവർക്കും എല്ലാം എഴുതാമെന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇതിനെല്ലാത്തിനും അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഇതെല്ലാത്തിനും എങ്ങനെയാണ് ഒരുമിച്ച് പഠിക്കുന്നത്, ഏതിനാണ് ശരിക്കും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്? LDC നിലവാരത്തിൽ പഠിച്ചാൽ മതിയോ, അതോ ഡിഗ്രി ലെവൽ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കണോ? ഡിഗ്രി ലെവൽ നന്നായിട്ട് പഠിച്ചാൽ ഈ ഒരു പരീക്ഷകൾ പോകുമല്ലേ? അങ്ങനെ കുറേ ടെൻഷൻ അല്ലെങ്കിൽ സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് ഗുണമേ ചെയ്യത്തുള്ളൂ. നൈസായിട്ട് 2026 അവസാനമാകുമ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ തസ്തിക കിട്ടുമെന്നുള്ള 100% ഉറപ്പിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഇതനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ. വീഡിയോയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ LDC സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു കംപ്ലീറ്റ് കോഴ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം വീഡിയോ ക്ലാസ്സും നോട്ട്സും ഒക്കെ ഉൾപ്പെടെ നമ്മൾ ആ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യും. പുതിയ ബാച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായുള്ളൂ. താല്പര്യമുള്ളവർ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഒരു വാട്സാപ്പ് നമ്പറിൽ PSC LDC എന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, ഈ ഡിഗ്രി ലെവൽ പരീക്ഷകൾ, പ്രധാനപ്പെട്ട പരീക്ഷകൾ, പ്രീമിയം പരീക്ഷകൾ തന്നെയാണ് ഈ വരുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും. പക്ഷേ ഇതിനെന്തായാലും ഒരു പ്രിലിമിനറി പരീക്ഷ ഉണ്ടാവും എന്ന് 100% ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ഡിഗ്രി ലെവലിൽ എന്തായാലും പ്രിലിംസ് ഉണ്ടല്ലോ. ആ പ്രിലിംസിന് നിങ്ങൾ ഒരു 50 തൊട്ട് 60 വരെ മാർക്ക് മേടിച്ചാൽ ഉറപ്പായിട്ട് പാസ്സാകാൻ സാധിക്കും. കാരണം ഇതിന് മുമ്പത്തെ നടന്നിട്ടുള്ള ഏത് ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്കറിയാം. ഇതിന് മുമ്പത്തെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആണെങ്കിലും ഏകദേശം പ്രിലിംസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 39 മാർക്കായിരുന്നു. മറ്റുള്ളവയ്ക്ക് ഒരു 45 റേഞ്ച് നിന്നാൽ പോലും നമുക്കൊരു 50 തൊട്ട് 60 വരെ മാർക്ക് പ്രിലിംസിനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് അടക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ എല്ലാം എഴുതുന്നുണ്ടെങ്കിൽ ആദ്യം ഈ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് അടക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം ഒന്ന് ജസ്റ്റ് മുന്നിൽ വെച്ചേക്കുക. ബാക്കിയുള്ള എല്ലാ തസ്തികകളും അതുപോലെ തന്നെ മെയിൻ പരീക്ഷയുടെ കട്ട് ഓഫ് കടന്ന് ഒരു 10 മാർക്ക് കൂടെ കൂടുതൽ മേടിച്ച് ജോലി കിട്ടണം എന്നുള്ള ലെവലിലേക്ക് എത്തണമെന്നും ഒരു ലക്ഷ്യം അതിൻ്റെ കൂട്ടത്തിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എങ്ങനെയാണത് പരിപാടി ഞാൻ പറയാം. ഈ LDC നിലവാരത്തിലുള്ള സിലബസ് വെച്ചാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെയും ബെവ്കോ LDCയുടെയും പരീക്ഷ നടക്കുന്നത്. എന്നാൽ LGS നിലവാരത്തിലുള്ള സിലബസ് വെച്ചാണ് കമ്പനി ബോർഡ് LGSൻ്റെ പരീക്ഷ നടക്കുന്നത്. നമ്മൾ LDCയുടെ സിലബസ് പക്കായിട്ട് പഠിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ LGSൻ്റെ സിലബസും കവറാവും. കാരണം ഇപ്പം LDCക്കകത്തുള്ള ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷും മലയാളവും ഒന്നും LGSന് ഇല്ലെങ്കിൽ പോലും GKയിലെ ഭൂരിഭാഗം കണ്ടന്റും LDCക്ക് പക്കായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഓട്ടോമാറ്റിക്കലി LGS അവിടെ കവറാവുന്നതാണ്. പിന്നെ ബാക്കി എക്സ്ട്രാ ആയിട്ട് കുറച്ച് ചോദ്യ പേപ്പർ ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രമേ LGSൻ്റെ കാര്യത്തിൽ ഉള്ളൂ. ഇപ്പോൾ LDC പക്കായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് LGS ഓട്ടോമാറ്റിക്കലി കവറാവും. സോ 3 പരീക്ഷകൾ അവിടെ തീർന്നു. LDCയുടെ സിലബസ് വെച്ച് പക്കായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC, അങ്ങനെ 3 തസ്തികകൾക്കും ഒരേപോലെ തയ്യാറെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ LDCയുടെ സിലബസ് വെച്ച് തന്നെ പഠിച്ചു പോയാൽ മതി. പക്ഷേ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് ബാക്കിയുണ്ടല്ലോ. ആ പ്രിലിംസിന് ഇതേ LDCയുടെ സിലബസ് വെച്ച് പഠിച്ചു പോകുന്നതുകൊണ്ട് വേറൊരു ഗുണം കൂടെ, പ്രിലിംസ് കളക്ട് ചെയ്യാൻ നമുക്കൊരു പവറോടെ കിട്ടും. കാര്യമാണെന്ന് വെച്ചാൽ ഈ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ കുറവാണ്. ഒരു 50 തൊട്ട് 60 വരെ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കട്ട് ഓഫ് കിടക്കുമെന്ന്. നമ്മുടെ പ്രിലിംസിൻ്റെ സിലബസിലെ 50 മാർക്ക് എന്ന് പറയുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ ടോപ്പിക്കുകളാണ്. സെയിം നമ്മുടെ LDC നിലവാരത്തിലുള്ള മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഒക്കെ തന്നെയാണ് ഡിഗ്രി ലെവൽ പ്രിലിംസിലും ഉള്ളത്. സോ LDC നിലവാരത്തിലുള്ള ഇംഗ്ലീഷ്, മാത്സ്, മലയാളം പക്കായിട്ട് നല്ല സെറ്റായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഇവിടുത്തെ ഈ ഡിഗ്രി പ്രിലിംസിൻ്റെ മാത്സും ഇംഗ്ലീഷും മലയാളം അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. ആ ഒരു ലെവലിൽ തന്നെ അതുകൊണ്ട് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുക. അവിടെ ഒരു ഡിഗ്രി പ്രിലിംസിനാണെങ്കിലും ആ രീതിയിൽ പഠിച്ചാൽ ഒരു 30 തൊട്ട് 40 വരെ മാർക്ക് നൈസായിട്ട് നല്ല എഫേർട്ട് ഇട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും മേടിക്കാൻ സാധിക്കും. ബാക്കി ഡിഗ്രി പ്രിലിംസിന് GK ഉണ്ടല്ലോ. ഡിഗ്രി പ്രിലിംസിൻ്റെ GKയിലാണെങ്കിൽ പോലും വലിയൊരു ശതമാനം ചോദ്യങ്ങൾ ഈ നോർമലായിട്ടുള്ള PSCയുടെ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട പോയിന്റ്സിൽ നിന്നും ഇപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മളിവിടെ LDCയുടെ സിലബസ് വെച്ചാണ് പഠിച്ച് മുന്നോട്ട് പോകുന്നത്. LDCയുടെ സിലബസിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഡിഗ്രി പ്രിലിംസിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം ഭരണ സംവിധാനം, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഈ വീഡിയോ ഉള്ളത് ഇവിടെയുണ്ട്. ഒത്തിരി ഡീപ്പായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് ഡിഗ്രി ലെവൽ പോലെ LDCക്ക് ബുദ്ധിമുട്ടിക്കത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ പഠിക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടന്റ് LDCക്കും ഉണ്ട്. സോ LDCയുടെ GK കറക്റ്റായിട്ട് അരച്ച് കലക്കി കുടിച്ച് സെറ്റാക്കുന്ന ഒരാൾക്ക് ഇവിടുത്തെ ഡിഗ്രി പ്രിലിംസിൻ്റെ GKയിൽ നിന്ന് നൈസായിട്ട് 20 തൊട്ട് 30 മാർക്ക് വരെ മേടിക്കാൻ പറ്റും. സോ ടോട്ടൽ മാർക്ക് എങ്ങനെ കളിച്ചാലും ഒരു 40 മാർക്ക് മാത്സിലും, ഡിഗ്രി പ്രിലിംസിൻ്റെ കാര്യമാണ് പറയുന്നത്, 40 മാർക്ക് റേഞ്ചിൽ മാത്സിലും അതുപോലെ 20 തൊട്ട് 30 മാർക്ക് വരെ GKക്ക് മേടിക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും അവിടെ കുറച്ച് നെഗറ്റീവ് അടിച്ച് പോയാൽ പോലും
കട്ട് ഓഫ് കിടക്കുന്ന ലെവലിലേക്ക് ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് എത്തിച്ചേരാൻ സാധിക്കും. നേരെ മറിച്ച് ഇങ്ങനെ ഈ വശത്ത് നമ്മൾ 10th ലെവൽ LDCയുടെ സിലബസ് വെച്ച് നന്നായിട്ട് പഠിക്കുന്നതും കൂടെ ഉള്ളതുകൊണ്ട് LDCയുടെ സിലബസും അവിടെ ഫുള്ളായിട്ട് കവർ ആവുന്നതുകൊണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ബെവ്കോ, LDC പോലുള്ള പരീക്ഷകൾ നന്നായിട്ട് എഴുതാൻ പറ്റുകയും അതുപോലെ തന്നെ LDCയുടെ സിലബസിലൂടെ ഓട്ടോമാറ്റിക്കലി കവർ ആവുന്ന LGSൻ്റെ സിലബസും കൂടി ഉള്ളതുകൊണ്ട് തന്നെ കമ്പനി ബോർഡ് LGSും അവിടെ നന്നായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പരീക്ഷകൾ ഈ LDCയുടെ സിലബസ് വെച്ച് പഠിച്ചാൽ ഏകദേശം നമുക്ക് ടാക്റ്റിക്കലായിട്ട് നൈസായിട്ട് എഴുതാൻ സാധിക്കും. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഈ ഒരു രീതി നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും. പക്ഷേ ഇതെല്ലാം പോസിബിൾ ആവണമെങ്കിൽ LDCയുടെ സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടൻറ്റ് നിങ്ങൾ പക്കായായിട്ട് യാതൊരു ഒരു സംശയവും ഇല്ലാതെ പഠിച്ച് തീർത്തിരിക്കണം. അത്രയും സ്ട്രോങ് ആയിട്ട് LDC സെറ്റാക്കിയാലുള്ളൂ ഇത്രയും എക്സാമുകൾക്ക് നമുക്ക് നൈസായിട്ട് അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. പ്രയോജനപ്പെടുത്തിയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റു തസ്തികകളിലും ഒരുപക്ഷെ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ പാടായാലും വേറെ ഏതെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ചിലപ്പോൾ ഡിഗ്രി ലെവലിലേക്കായിരിക്കും ഗ്രാജുവലി നിങ്ങൾ എത്തിച്ചേരുന്നത്. നമുക്ക് നോക്കാം എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുക. പിന്നെ പ്രിലിംസിൻ്റെ കാര്യം ഡിഗ്രി ലെവലിൽ ഞാൻ പറഞ്ഞുള്ളൂ. പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മെയിൻസ് പഠിക്കാൻ വേറൊരു ടാക്റ്റിക്കൽ വർക്ക് ഞാൻ പറഞ്ഞുതരാം. ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ഈ രീതിയിൽ പഠിച്ചാൽ പ്രിലിംസ് നമുക്ക് സെറ്റാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിച്ചു പോവുക. സോ LDCയുടെ സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടൻറ്റ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതുവരെ ഇതുവരെ ഒന്നും പഠിക്കാത്തവർക്കും ഒന്നേന്ന് പഠിച്ചു തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നമ്മളൊരു കംപ്ലീറ്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുതിയ ബാച്ച് നമ്മളിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ചയായുള്ളൂ. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ആഴ്ചയും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് കുറച്ചായിട്ട് നൽകിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു കോഴ്സിലൂടെ കാര്യങ്ങൾ നൽകി പോകുന്നത്. വീഡിയോ ക്ലാസ്സും നോട്ട്സും എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യും. അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ PSC LDC എന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, ക്രിസ്മസിൻ്റെ ഓഫറിൽ താല്പര്യമുള്ളവർക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ ഒരു കോഴ്സിൽ LDCയുടെ സിലബസ് വെച്ച് പക്കായായിട്ട് നിങ്ങൾ പഠിച്ച് 2026 എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ പഠിച്ച് മുന്നോട്ട് പോവുക. പിന്നെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം വീഡിയോ ക്ലാസ്സും നോട്ട്സും പിന്നെ എക്സാം ആകുമ്പോഴേക്കും മുൻവർഷ ചോദ്യങ്ങളും എല്ലാം നമ്മൾ ആ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യും. താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.